ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: കുറച്ച് ചെറുനാരങ്ങ വേണം. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഒരു കുക്കറിൽ ആവശ്യത്തിൽ ഉപ്പിട്ടിട്ട് അതൊരു ഒറ്റ വിസിൽ നമുക്കത് വേവിച്ചെടുക്കാം. അതിൽ വെള്ളമൊന്നും ചേർത്തണ്ട കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമ്മളത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയോ വെളിച്ചെണ്ണ എന്തിൽ വേണേലും ഇത് ഉണ്ടാക്കാം കേട്ടോ. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ കൂടി അതിൽ ചേർത്ത് എന്നിട്ട് അത് നന്നായിട്ട് വാട്ടുക. അത് പേസ്റ്റ് ആക്കണ്ട കേട്ടോ. അങ്ങനെ നീളത്തിൽ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുക. അതൊരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ, വേറെ മസാലകളൊന്നും വേണ്ട അതിലേക്ക്. എന്നിട്ട് പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ച ചെറുനാരങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വിസിലൊക്കെ അപ്പോഴത്തേക്ക് പോയിട്ടുണ്ടാവും. ആ വേവിച്ച് വെച്ച ചെറുനാരങ്ങ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് ഓൾറെഡി വെന്തിട്ട് ഒന്ന് അലിഞ്ഞുണ്ടാവും. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കണ്ട, ചെറുതായിട്ട് ആ മസാലയൊക്കെ എല്ലാ സ്ഥലത്തേക്ക് എത്തുന്ന രൂപത്തിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല അടിപൊളി സ്മെല്ലാട്ടോ വരുന്നത്. വായിൽ ഇങ്ങനെ വെള്ളം വരും. നല്ല ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തില്ല. ഇതൊക്കെ ഒരാൾ പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് അടിപൊളി സാധനം. എന്നിട്ട് നമ്മളൊന്ന് ഫ്ലെയിം കൂട്ടിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് വെന്ത് അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. എന്നിട്ട് നമ്മളത് ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുക. ഇത് ചോറിലേക്ക് കഴിക്കാൻ ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറീൻ്റെ ആവശ്യമില്ല. അത്രയും ടേസ്റ്റാണ്. കുട്ടിയൊക്കെ കൊടുക്കുക. എരിവോ കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച്.